മാം, ഇത് മാമിനും രഘു സാറിനും. കുടിച്ചിട്ട് ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് പറയേ. Wow, Srilakshmi. It's very tasty. താങ്ക് യു. അല്ല, ഞങ്ങൾക്ക് മാത്രമേ ജ്യൂസ് ഉള്ളൂ, ബ്രദറിലേക്കില്ലേ? ശ്രീ, ബ്രദറിലേക്ക് മാതളത്തിന്റെ ജ്യൂസ് ഇഷ്ടമാണെന്നറിയാം, പക്ഷേ താൻ ഇതിൽ കുറെ ഇൻഗ്രീഡിയൻസ് കൂടുതൽ ചേർക്കുന്നുണ്ടല്ലോ. മാതളം ജ്യൂസ് ബ്രദറിലോയുടെ ഫേവറേറ്റ് ആണെന്ന് നിനക്കെങ്ങനെ അറിയാം? അത് എനിക്ക് അത് പിന്നെ അത് ശരിയാണല്ലോ. സാറിന് ആ ജ്യൂസ് ഇഷ്ടമാണെന്ന് എനിക്കെങ്ങനെ മനസ്സിലായി? എനിക്ക് മനസ്സിലായി. വിവാഹത്തിന് മുമ്പ് തന്നെ ബ്രദറിലോയുടെ എല്ലാ ഇഷ്ടങ്ങളും താൻ ചോദിച്ച് മനസ്സിലാക്കിയല്ലേ? പക്ഷെ ഇത്ര പെട്ടെന്ന് ഈ കിച്ചണിലെ സാധനങ്ങളെല്ലാം ഏത് ഭാഗത്താണെന്ന് തനിക്ക് എങ്ങനെ പിടികിട്ടി? അത് ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല. തനിക്ക് അടുക്കളയിലെ എല്ലാ ജോലികളും നന്നായിട്ട് അറിയാല്ലേ? അതാ ആദ്യമായിട്ടാണ് ഇവിടെ വന്നതെങ്കിൽ പോലും കൃത്യമായി എല്ലാ സാധനങ്ങളും എടുത്ത് വേഗത്തിൽ ജ്യൂസ് ഉണ്ടാക്കിയത്, റൈറ്റ്? ഞാനത്ര എക്സ്പേർട്ട് ഒന്നും അല്ല മാഡം, വെറുതെ ചെയ്തു നോക്കിയെന്നേ ഉള്ളൂ. എങ്കിൽ ഈ സ്പെഷ്യൽ ജ്യൂസ് ബ്രദറിലേക്ക് കൊടുത്ത് ഷെയർ ചെയ്ത് കഴിച്ചിട്ട് വേഗം വാ. താമസിക്കല്ലേ, കല്യാണക്കുറിയൊക്കെ ഇപ്പൊ വരും. ഇവിടെ കൊറേ പണിയുള്ളതാ. ശരി മാഡം. സാറിന് മാതള ജ്യൂസ് ഇഷ്ടമാണെന്ന് സാർ ഒരിക്കലും എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ. മുമ്പ് ഇവിടെ വന്നിട്ടില്ലാത്ത ഞാനെങ്ങനെ
സാധനങ്ങൾ ഓരോന്ന് എവിടെ ഇരിക്കുന്നെന്ന് മനസ്സിലാക്കി അത്ര പെട്ടെന്ന് ജ്യൂസ് ഉണ്ടാക്കി. വീട്ടിലാണെങ്കിൽ പോലും ചില സാധനങ്ങൾ ഞാൻ എത്ര നോക്കിയാലും കാണില്ല. പക്ഷെ ഇത് വീട് പൂട്ടിയിരിക്കുകയാണല്ലോ. ശ്രീലക്ഷ്മി ഇത് എവിടെ പോയതായിരിക്കും? ബാലമ്മ, എന്റെ ഫോൺ കാറിലിരിപ്പുണ്ട്, പോയി എടുത്തോണ്ട് വരൂ. ഒന്ന് ശ്രീലക്ഷ്മി ഫോൺ ചെയ്ത് നോക്കാം. ശരി ഗായത്രിയമ്മേ. അമ്മേ നമസ്കാരം. അമ്മ ഇതെപ്പ എത്തി? ഞാനിപ്പോ വന്നതേ ഉള്ളൂ കൃഷ്ണ. ശ്രീലക്ഷ്മി എവിടെ പോയെന്നറിയാവോ? വീട് പൂട്ടിയിരിക്കുകയാണല്ലോ. ശ്രീയെ രവി സാർ വന്ന് വിളിച്ചോണ്ട് പോയി അമ്മ. ഇനി ഓഫീസിലേക്കാണെന്ന് അറിയില്ല. ശ്രീലക്ഷ്മിയെ രവി വിളിച്ചോണ്ട് പോയെന്നോ? അതെന്തിനായിരിക്കും? സരോജ ആന്റി മാർക്കറ്റിൽ പോയിരിക്കുക. ഞാൻ കണ്ടിരുന്നു, കുറെ നേരമായി. അമ്മയ്ക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ എന്റെ വീട്ടിലിരിക്കാം. സരോജന്റെ ഉടനെ വരുമെന്നാ തോന്നുന്നത്. ഏയ്, അത് വേണ്ട. എനിക്ക് ശ്രീലക്ഷ്മിയാ കാണേണ്ടത്. ശരി കൃഷ്ണ, ഞാൻ പോയിട്ട് വരാം. അവര് വരുമ്പോ എന്തെങ്കിലും പറയണോ അമ്മ? ഇല്ല, സാരമില്ല. ഞാൻ ഫോൺ ചെയ്ത് സംസാരിച്ചോളാം. പോട്ടെ. ശരി അമ്മ. ശരി. ഈ വിവാഹം നടക്കാൻ പാടില്ല. എനിക്ക് രവിയുടെ ജീവനാണ് വലുത്. സുദർശന്റെയും സരോജത്തിന്റെയും കാല് പിടിച്ചിട്ടാണെങ്കിലും ശരി, ഇത് നടക്കാൻ പാടില്ല എന്ന് പറയണം. എടി ദീപു, എന്തിനായിരിക്കും രവിസാറിന്റെ അമ്മ പെട്ടെന്ന് ശ്രീയെ അന്വേഷിച്ച് വന്നത്? ആ, ശ്രീലക്ഷ്മിക്ക് വല്ല ഗിഫ്റ്റും കൊടുക്കാനായിരിക്കും. ഏയ്, ഇത് ഗിഫ്റ്റ് ഒന്നും അല്ല. രവിസാറ് ശ്രീയെ കൊണ്ടുപോയത് അമ്മ അറിഞ്ഞിട്ടില്ല. അമ്മ ഇങ്ങോട്ട് വരുന്നത് രവിസാർ അറിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു. ദാറ്റ് മീൻസ് അമ്മയ്ക്ക് എന്തോ സ്വകാര്യമായിട്ട് ശ്രീയോട് സംസാരിക്കാനുണ്ടെന്നാ. അതെന്താണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അതിനെന്തിനാ എത്ര ആലോചിച്ച് കൺഫ്യൂഷൻ ആവുന്നേ? അമ്മയ്ക്ക് ശ്രീയെ കാണാൻ തോന്നി, വന്നു, അത്രേ ഉള്ളൂ. അല്ല, അത്രയോ അല്ല. അതിലപ്പുറം എന്തോ ഉണ്ട്, എന്തോ പ്രശ്നം. അതാ മുഖം കണ്ടാൽ അറിയാൻ പറ്റും. സംതിങ് ഈസ് റോങ് സംവെയർ. മാഡം, ജ്യൂസ് ഞാൻ കൊണ്ടു കൊടുക്കട്ടെ? താങ്ക്സ്. വേണ്ട.
സർ, എന്താണ് പരിപാടികൾ? എന്റെ ഭാവി വധുവിനെ വിവാഹ ജോലികൾ പ്ലാൻ ചെയ്യാൻ കൊണ്ടുവന്നതായിരുന്നല്ലോ. ഇതിപ്പോ കിച്ചൻ ഭരണം ഏറ്റെടുത്ത പോലുണ്ടല്ലോ താൻ. ഏറ്റെടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. കല്യാണത്തിന് ശേഷം ഇവിടെ വന്ന് പുതുമണവാട്ടിമാരെ പോലെ കിച്ചണിൽ കയറി ഓരോ സാധനങ്ങളും എവിടെയാണെന്ന് അറിയാതെ ബുദ്ധിമുട്ടുന്നതിനേക്കാളും എത്രയോ നല്ലതാ ഇങ്ങനെ അവസരങ്ങൾ കിട്ടുമ്പോ കിച്ചണും ഇവിടുത്തെ രീതികളും മനസ്സിലാക്കി ഈ വീട്ടിലെ തന്നെ ഒരാളെ പോലെ പെരുമാറുന്നത്. എന്ന് പറഞ്ഞാൽ ഈ വീട്ടിലെ ആളുകളെ മാത്രമല്ല, വീടും നന്നായി മനസ്സിലാക്കി ഇവിടെ ഒരു നല്ല മരുമകളായിരിക്കും എന്നർത്ഥം. എന്താ, ശരിയല്ലേ? ഇന്നപ്പോ ഒരു നല്ല ദിവസം. രാവിലെ ഒരുമിച്ചൊരു കോഫി, ഇപ്പൊ ഇതാ ജ്യൂസ്. എന്തുപറ്റി സർ? ജ്യൂസ് ഇഷ്ടായില്ലേ? ഒരുപാട് നാളുകൾക്ക് ശേഷം ശരിക്കും ഈ ഫ്ലേവർ ടേസ്റ്റ് ചെയ്യുന്നു. വളരെ നന്നായിട്ടുണ്ട് ശ്രീലക്ഷ്മി. പക്ഷേ ഒരു കാര്യമുണ്ട്, ഈ ഫ്ലേവർ എന്റെ ഫേവറേറ്റ് ആണെന്ന് ഞാൻ ഒരിക്കലും തന്നോട് പറഞ്ഞിട്ടില്ലല്ലോ. പിന്നെ താനെങ്ങനെ കൃത്യമായിട്ട് ഈ ജ്യൂസ് ഉണ്ടാക്കിയത് എനിക്കായിട്ട്? അത് എനിക്കറിയില്ല സർ. ഞാൻ അറിയാതെ തന്നെ ഉണ്ടാക്കി പോയതാ. ജ്യൂസ് ഉണ്ടാക്കണമെന്ന് വിചാരിച്ചു. അപ്പൊ തന്നെ സാധനങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ ഞാൻ പോലും അറിയാതെ എടുത്ത് മിക്സ് ചെയ്തു. വാട്ട്? താൻ അറിയാതെ തന്നെ ഉണ്ടാക്കിയതാണെന്നോ? ഹൗ ഇസ് പോസിബിൾ ശ്രീലക്ഷ്മി? അത് പിന്നെ എന്റെ മനസ്സ് നിറയെ സാറാണല്ലോ. അപ്പോ സാറിന്റെ ഇഷ്ടങ്ങൾ അറിഞ്ഞും ചിലപ്പോ അറിയാതെയും ഇങ്ങനെ തനിയെ നടക്കുമായിരിക്കും. ആർക്കറിയാം? ഇതൊക്കെ ഒരു റിഫ്ലെക്സ് ആക്ഷൻ അല്ലേ സർ? ശരി, എങ്കിൽ തന്റെ മനസ്സിൽ എന്താണെന്ന് ഇപ്പൊ ഞാൻ പറയട്ടെ. എത്ര നേരം എന്നെ ഇങ്ങനെ ഇവിടെ നിർത്തും? നമ്മൾ ഒരുമിച്ച് താമസിക്കേണ്ട നമ്മളുടെ മുറി എപ്പോൾ കാണിക്കും എന്നല്ലേ? താൻ വരും, ഞാൻ നമ്മുടെ മുറി കാണിച്ചു തരാം. ആ മുറി അല്ല സർ, ഈ മുറി. അതെ സർ, സാറിന്റെ ജീവിതത്തിൽ നടന്ന സംഭവങ്ങൾക്ക് സാക്ഷിയായ ആ മുറി ഇപ്പോ വേദനകളുടെ ഓർമ്മകൾ മാത്രമായി മാറിയിരിക്കുന്നു. ആ വേദനകൾ മറക്കാനാ ഞാൻ സാറിന്റെ ജീവിതത്തിലേക്ക് വന്നത്. എന്താ, ശരിയല്ല ഞാൻ പറഞ്ഞത്? എന്നെ സാറിന് ഒരുപാട് ഇഷ്ടമല്ലേ? ഞാനല്ലേ സർ സാറിന്റെ സന്തോഷം? ഞാനാണ് സാറിന്റെ ജീവിതത്തിലെ സന്തോഷമെങ്കിൽ ഇനിയും ആ മുറി അങ്ങനെ ഒരു വേദനയെ നിലനിർത്തിക്കുന്നതിൽ അർത്ഥമില്ല സർ. അതുകൊണ്ട് നമ്മളുടെ വിവാഹശേഷം നമ്മൾ ആ മുറിയിലാ ഇനി ജീവിക്കാൻ പോകുന്നത്. സാറിന് സമ്മതമല്ലേ അത്? തന്റെ ഇഷ്ടം അതാണെങ്കിൽ പറ്റില്ല എന്ന് പറയാൻ എനിക്കാകില്ല ശ്രീലക്ഷ്മി.
എന്റെ കഴിഞ്ഞകാല ജീവിതം അടഞ്ഞുപൂട്ടി കിടക്കുന്നത് ആ മുറിയില്ല. വീണ്ടും ഒരു സന്തോഷപൂർണമായ ജീവിതം എനിക്കുണ്ടാവുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് തന്നെ കണ്ടപ്പോൾ മുതലാണ്. തൻ്റെ ഒപ്പമുള്ള ജീവിതം ആ മുറിയിലാകുന്നതിൽ എനിക്ക് സന്തോഷമാണ് ശ്രീലക്ഷ്മി. താൻ അങ്ങനെ ആഗ്രഹിച്ചാൽ ഞാനത് സമ്മതിക്കും. മറ്റാർക്കും തുറക്കാത്ത ആ വാതിൽ തനിക്കായിട്ട് തുറക്കും ഞാൻ. താങ്ക് യു സർ. ആ മുറിയില്ല ഇനി നമ്മൾ നമ്മുടെ ജീവിതം. ഹലോ, രവി സ്പീക്കിംഗ്. രവിയല്ല, രവിചന്ദ്രവർമ്മൻ. ഞാൻ ഗൗരിദാസ് എന്ന GD. മനസ്സിലായി. ആശുപത്രിയിലൊക്കെ പോയി മുറിവൊക്കെ സുഖപ്പെടാറായോ? എങ്ങനെയുണ്ട് കാലിപ്പോ? ഇതാണ് രവിചന്ദ്രവർമ്മൻ, മൈ കൂൾ ബഡി. സത്യം പറഞ്ഞാൽ ഓരോ സംഭവങ്ങൾ കഴിയുമ്പോഴും എനിക്ക് നിന്നോടുള്ള ഇഷ്ടം കൂടിക്കൊണ്ടിരിക്കുകയാണ് രവി. മരണത്തെ പലതവണയായി ഞാൻ മുഖാമുഖം കാണുന്നു. പല തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. എന്നിട്ടും നീ എന്നെ ജീവനോടെ വിട്ടു. നീ ഏൽപ്പിച്ച മുറിവുകൾ എന്നെ പലതും പഠിപ്പിക്കുകയായിരുന്നു. ഞാനിപ്പോ ഒരുപാട് മാറിക്കഴിഞ്ഞു. എന്റെ ജീവൻ ഭിക്ഷയായി നീ തന്നതല്ലേ. ഇനിയെങ്കിലും നിന്നോട് നന്ദി കാണിക്കേണ്ട സമയമായി എന്നെന്റെ മനസ്സ് പറയുന്നു. വിളിച്ചത് നീ ആയതുകൊണ്ട് ഞാൻ നീ പറഞ്ഞു കേട്ടതെല്ലാം നെഗറ്റീവായിട്ട് എടുക്കൂ. ചെന്നായി ആട്ടിൻതോലണിഞ്ഞാലും സ്വഭാവ ഗുണം ചെന്നായിടേത് തന്നെ ആയിരിക്കും. നീ എന്നെ വിശ്വസിക്കില്ല എന്ന് എനിക്ക് നേരത്തെ അറിയാം. ഏതായാലും ഇപ്പൊ ഞാൻ നിന്നെ വിളിച്ചത് നിന്നെ സഹായിക്കാനായിട്ടാണ്. നിന്റെ സഹായം സ്വീകരിക്കാനും മാത്രം പരിതാപകരമല്ല എന്റെ സ്ഥിതി. മേലാൽ എന്നെ ഫോൺ വിളിക്കരുത്, ഇപ്പോഴേ പറഞ്ഞേക്കാം. എനിക്ക് പറയാനുള്ളത് നിന്റെ വിവാഹത്തെക്കുറിച്ചാണ് രവി. ഞാൻ പറയാൻ പോകുന്നത് കേട്ടില്ല എങ്കിൽ നഷ്ടം നിനക്ക് മാത്രമായിരിക്കും. വിവാഹത്തെക്കുറിച്ചോ? അതെ, നീയും ശ്രീലക്ഷ്മിയുമായിട്ടുള്ള വിവാഹം നടന്നാൽ നിന്റെ ജീവൻ ആപത്താണെന്ന് ജ്യോത്സ്യൻ പ്രവചിച്ചിരിക്കുന്നു. അത് പറയാനായിട്ട് ശ്രീലക്ഷ്മിയുടെ വീട്ടിലേക്ക് പുറപ്പെട്ട ജ്യോത്സ്യനെ ഞാനാ തടഞ്ഞു വെച്ചത്. നിങ്ങളുടെ വിവാഹ നിശ്ചയം നടക്കാൻ